സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് യൂറോപ്പിൽ നിന്നുള്ള അൾത്താര ശുശ്രൂഷകൾ. വത്തിക്കാൻ സിറ്റി. ജൂബിലി വർഷത്തിനു മുന്നോടിയായി യൂറോപ്പിൽ നിന്നുള്ള അൾത്താര ശുശ്രൂഷകർ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. ഇതോടെ യൂറോപ്പിലെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 70,000-ഓളം കുട്ടികളെ ഉൾപ്പെടുത്തി വത്തിക്കാനിലും റോമിലെ വിവിധയിടങ്ങളിലുമായി നടന്ന അൾത്താര ശുശ്രൂഷകളുടെ 13ാമത് ആഗോള തീർത്ഥാടനത്തിന് സമാപനമായി. കൂടിക്കാഴ്ചയ്ക്കായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലേക്ക് കടന്നുവന്ന പാപ്പയുടെ വാഹനത്തിലും ഇരുവശത്തിലായി സ്ഥാനം പിടിച്ച കുട്ടികളുടെ ചിത്രം വലിയ തരംഗമായിരുന്നു. യൂറോപ്പിലെ വിവിധ ഇടവകകളിൽ നിന്നും വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായരുടെയും അകമ്പടിയോടെയാണ് അൾത്താര ശുശ്രൂഷകൾ തീർത്ഥാടനത്തിനായി റോമിലേക്ക് എത്തിച്ചേർന്നത്. യേശുവിനു വേണ്ടി ബലിവേദിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിലും തങ്ങൾ ഏറെ സന്തോഷവാന്മാരാണെന്നും ഇനിയും കൂടുതൽ സേവനങ്ങൾ ചെയ്യുവാൻ തങ്ങൾ തൽപരരാണെന്നും കുട്ടികൾ വത്തിക്കാൻ ന്യൂസിനോട് പ്രതികരിച്ചു. ഫ്രാൻസിസ് പാപ്പയോടൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്ന മ്യൂണിക് ഫ്രീസിംഗ് അതിരൂപയിൽ നിന്നുള്ള ജൂലിയ ഫുർമെറ്റ്സ് എന്ന അൾത്താര ബാലിക ഫ്രാൻസിസ് പാപ്പയുമായുള്ള അനുഭവം വത്തിക്കാൻ മാധ്യമങ്ങളോട് പങ്കുവച്ചു. പാപ്പയെ കണ്ടപ്പോൾ തനിക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നുവെങ്കിലും പാപ്പയുടെ പുഞ്ചിരി തന്നെ ശാന്തമാക്കിയെന്നും തുടർന്ന് ഒരു ടീഷർട്ട് അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം തങ്ങൾക്ക് മധുരം നൽകുകയും ചെയ്തുവെന്ന് ജൂലിയ പറഞ്ഞു. 2025 ജൂബിലി വർഷത്തിന് ഒരുക്കമായാണ് അൾത്താര ശുശ്രൂഷകർ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചതെന്ന് ശ്രദ്ധേയമാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.